കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെയും യേശുവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ മുഴുമാനവും മഹത്വവും യേശു രാജാവിന് അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നമ്മുടെ ജീവിതയാത്രയിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകി. ഒത്തിരി പ്രയാസത്തിൽ കൂടെ, വേദനയിൽ കൂടെ, പ്രതിസന്ധിയിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നുപോയപ്പോൾ അവിടെയൊന്നും ക്ഷീണിച്ചും തകർന്നും പോകാതെ യേശുവിൻ്റെ രക്തത്താലും വചനത്താലും അനുഗ്രഹം അനുഭവിച്ച് മുന്നേറുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തന്നതിനെ ഓർത്ത് ഞാൻ മുഴുമാനവും മഹത്വവും യേശുവിന് അർപ്പിക്കുകയാണ്. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും നിങ്ങൾ എഴുതിയിടുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരു ബുക്കിൽ പകർത്തിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടി മുഴങ്കാലും മടക്കി പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം അവസരം തന്നു. ഇനിയും അങ്ങനെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത് ഈ ചാനലിലൂടെ കാണാനും അറിയുവാനും കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കും. ഈ മിനിസ്ട്രിയെ നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. ക്ഷീണിച്ചിരിക്കുന്ന, തകർന്നിരിക്കുന്ന മനസ്സുകളെ ഉറപ്പിക്കുവാൻ ഇതിൽ കൂടെയുള്ള സന്ദേശങ്ങളും പാട്ടുകളും ഒക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. അത് പാലാണ്, അത് തേനാണ്, അത് തേൻ കട്ടയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ഒത്തിരി ഉദാഹരണങ്ങൾ, ആധാരങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തകർന്നു പോകില്ല. ഓരോ ദിവസവും ദൈവിക സന്ദേശം കേട്ട് ആനന്ദിക്കുന്ന, ആ ദിവസം ആരംഭിക്കുന്ന നൂറുകണക്കിന് പ്രിയപ്പെട്ടവർ നമുക്കുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്താൻ ഒരുപക്ഷെ നിന്നെ പ്രസവിച്ച അമ്മയ്ക്കോ, ജന്മം തന്ന അപ്പനോ, കൂടെ ജനിച്ച സഹോദരങ്ങൾക്കോ, അയൽവക്കക്കാർക്കോ, പള്ളിയിലുള്ളവർക്കോ, ജോലിയിലുള്ളവർക്കോ ഒന്നും കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന, ഞാൻ പറയുന്ന എൻ്റെ യേശുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. യേശുവിന് നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്താൻ കഴിയും. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കിടക്കയിൽ എഴുന്നേൽക്കുമ്പോൾ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് വേണം എഴുന്നേൽക്കാൻ. ദൈവസന്നിധി കഴിയുമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ആ കിടക്കയിൽ തന്നെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ ബെഡിൽ നിന്ന് കിച്ചണിലോട്ടോ, പറമ്പുകളിലേക്കോ, ലിവിങ് റൂമിലേക്കോ, മുറ്റത്ത് രാവിലെ വലിച്ചെറിഞ്ഞ പത്രങ്ങൾ എടുത്ത് വായിക്കുന്ന വിഷയത്തിലേക്കോ, മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുന്നതിന് മുമ്പ് കർത്താവിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് പറയണം, യേശുവിനോട് പറയണം, യേശുവേ ഈ ദിവസം എനിക്ക്, എൻ്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാകണമേ. യേശു അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നെനിക്കറിയാം. ആകയാൽ അങ്ങയുടെ കരുതലും കരവും എനിക്ക് അനുകൂലമാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ഇത് അറിഞ്ഞു കേട്ട് പറയുകയല്ല, ഏതെങ്കിലും പുസ്തകങ്ങളിൽ വായിച്ചോ, ഏതെങ്കിലും മറ്റ് ദൈവദാസന്മാർ പ്രസംഗിച്ച് കേട്ട് പറയുകയല്ല. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആ സമാധാനവും സന്തോഷവും, ഞാൻ അനുഭവിക്കുന്ന ദൈവകൃപയും എങ്ങനെ ലഭിക്കുന്നു എന്നത് രുചിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളോടും ഞാൻ ഈ കാര്യം പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഇന്ന് ധന്യമാകട്ടെ. നിങ്ങളും തൊടുന്ന എല്ലാ മേഖലകളിലും, നിങ്ങൾ പോകുന്ന എല്ലാ യാത്രകളിലും, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളിലും നിങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവും വിടുതലും
വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ചിന്ത മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാമത്തെ വാക്യമാണ്. വേദപുസ്തകത്തിൽ 4 സുവിശേഷങ്ങളിൽ 2-ാമത്തെ സുവിശേഷമായ മർക്കോസിന്റെ സുവിശേഷം യേശു കർത്താവിൻ്റെ ജനന, പ്രവൃത്തി, മരണ, പുനരുത്ഥാനത്തെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ച് ഒക്കെ വളരെ ഡീപ്പായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന സുവിശേഷങ്ങൾ. അതിൽ മർക്കോസ് എഴുതിയ സുവിശേഷമാണ് അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ ലാസ്റ്റ് വാക്യമാണ് നമ്മൾ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ വാക്യം, അതിൻ്റെ ബി പാർട്ട് നമുക്ക് ചിന്തിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്ക് ഒക്കെയും സൗഖ്യം വരികയും ചെയ്തു. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശു കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ യേശു കർത്താവ് ചെന്ന ഗനസരേത്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ യേശുവിനെ കണ്ടപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഇളകി. വഴക്കുണ്ടാക്കാനല്ല, ബഹളം വയ്ക്കാനല്ല, യേശു സൗഖ്യദായകനാണെന്ന് അറിഞ്ഞിട്ട്, യേശുവിൽ കൂടെ ഒരു സൗഖ്യം ഉണ്ട് എന്ന് ഈ പട്ടണം മുമ്പേ ആരാഞ്ഞിട്ട്, യേശു വന്നു എന്ന് അറിഞ്ഞ് അവിടെ ഒരു വലിയ ജനക്കൂട്ടം വന്നു. അവർ വന്നിട്ട് അവർ യേശുവിനിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഇങ്ങനെയാണ്: അവൻ്റെ വസ്ത്രത്തിൻ്റെ, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എങ്കിലും തൊടേണ്ടതിനും, വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിനും അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെ സൗഖ്യം കിട്ടി. ഈ പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് എന്താ സംഭവിക്കുന്നറിയാമോ? അവർ യേശുവിനോട് അപേക്ഷിക്കുകയാണ്. എന്താണ് യേശുവിനോട് അപേക്ഷിക്കുന്നത്? ഗുരു, അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഞങ്ങളൊന്ന് തൊട്ട് സൗഖ്യം ആകട്ടെ എന്ന്. നമുക്കറിയാം, യഹൂദന്മാരുടെ നിയമം അനുസരിച്ച്, ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് അവരുടെ വസ്ത്രധാരണയ്ക്ക് അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ പ്രത്യേകതകളുണ്ട്. ശരീരത്തോട് ഒട്ടിയിരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം നീളത്തിലുള്ള വസ്ത്രമാണ്. പാദം വരെ നീണ്ടു കിടക്കുന്ന വസ്ത്രം, ശരീരത്തോട് ഒട്ടിയിരിക്കുന്ന വസ്ത്രം. ആ വസ്ത്രത്തിന് ഇവിടെ പറയപ്പെടുന്നത് വലിയ വിലയുള്ള വസ്ത്രമാണ്, ഒത്തിരി വിലയുള്ള. യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് ആ വസ്ത്രത്തിൻ്റെ അഗ്രത്ത് 4 വശങ്ങളിലും സീസത്ത് എന്ന് വിളിക്കുന്ന നിലയിൽ 4 നീല നിറമുള്ള തൊങ്ങലുകൾ കെട്ടിയിടുമായിരുന്നു. 4 നീല നിറമുള്ള തൊങ്ങലുകൾ. ഈ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലാണ് തൊട്ട് സൗഖ്യമാകാൻ യഹൂദന്മാര് ആഗ്രഹിച്ചത്. യഹൂദന്മാരുടെ ആശയം അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണം അനുസരിച്ച്, അവിടെ ഈ ശരീരത്തോട് ഒട്ടിയിരിക്കുന്ന ഈ വസ്ത്രത്തിന് അടിവസ്ത്രം എന്ന് പറയുമ്പോൾ ഇത് വിലയുള്ള വസ്ത്രമാണെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. ഈ വസ്ത്രത്തിനാണ് യേശു കർത്താവ് ക്രൂശി കയറിയപ്പോൾ അന്നത്തെ സൈനികർ, യേശുവിനെ ക്രൂശിച്ച സൈനികർ, യേശുവിൻ്റെ വസ്ത്രത്തിന് ചീട്ടിട്ടു എന്ന് കേട്ടിട്ടില്ലേ? ആ വസ്ത്രമാണ് ചീട്ടിട്ട് വിലയുള്ള വസ്ത്രമാണ് യഹൂദന്മാരുടെ അടിവസ്ത്രമെന്ന് പറയുന്നത്. എന്നാൽ ഈ യഹൂദന്മാർ ഈ വസ്ത്രം മാത്രമല്ല ധരിക്കുന്നത്, പുറംകുപ്പായം എന്ന് പറയുന്ന അതേപോലെ ഈ വസ്ത്രത്തിൻ്റെ പുറത്തിടുന്ന ഒരു കുപ്പായമുണ്ട്. ആ കുപ്പായത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ കുപ്പായം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കണമെന്ന് മോശ പുറപ്പാട് 22:26 എഴുതിയിട്ടുണ്ട്.
അത് തിരികെ കൊടുക്കേണ്ട വസ്ത്രമാണ്. പുറക്കുപ്പായം ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ചൂടുകാലങ്ങൾക്ക് സംരക്ഷണം കിട്ടാനും മറ്റൊന്ന് തണുപ്പ് കാലങ്ങളിൽ സംരക്ഷണം കിട്ടാനും. ഇത് അവർ പുതയ്ക്കുവാനും കൂടെ ഉപയോഗിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പം ഈ വസ്ത്രം ഇങ്ങനെയാണ് യഹൂദന്മാരുടെ വസ്ത്രം. അവർ പുറത്തു പോകുമ്പോൾ രണ്ട് വസ്ത്രങ്ങൾ, ഒന്ന് അടിവസ്ത്രം, നല്ല വിലയുള്ള വസ്ത്രം, രണ്ട് ഈ പുറം കുപ്പായം കൂടി ഇട്ടാണ് പോകുന്നത്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ? അവൻ വസ്ത്രം അഴിച്ചു വെച്ച്, അപ്പോൾ ഈ പുറക്കുപ്പായം അഴിച്ചു വെച്ച് ആ ശിഷ്യന്മാരുടെ കാല് കഴുകി എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ വസ്ത്രത്തിൻ്റെ മേലുള്ള ഒരു അഭിഷേകം, വസ്ത്രത്തിൻ്റെ മേൽ വ്യാപരിച്ച ഒരു ദൈവകൃപ. നമുക്കറിയാം, വേദപുസ്തകത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ വലിയ വീര്യപ്രവർത്തികൾ നടന്നു എന്ന് കാണാൻ കഴിയും. നമുക്കറിയാം, പൗലോസ് ശൗലായിരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന തൻ്റെ ബിഗിനിങ് ടൈമിൽ ദമസ്കോസ്കിൻ്റെ പടിവാതിക്കൽ വെച്ച് പിടിക്കപ്പെട്ടവനായി ദൈവത്തിൻ്റെ ദാസനായ അനന്യാസ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരികെ കിട്ടി. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന്. ആ ശക്തിയോടുകൂടെ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ശൗലിനെ നടത്തി 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല ശുശ്രൂഷയ്ക്ക് വേണ്ടി പൗലോസിനെ ബർന്നബാസിനെ വിളിച്ചു വേർതിരിച്ചു എന്നും കാണും. അപ്പോൾ ശുശ്രൂഷയുടെ ആരംഭം അവിടെ ആരംഭിക്കുക. ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ തനിക്കുള്ളതെല്ലാം താൻ ചപ്പും ചവറും എന്നെണ്ണി ക്രിസ്തുവിൻ്റെ നിന്ന വലിയതെന്നും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ വലുതെന്നും എണ്ണിക്കൊണ്ട് പൗലോസ് തന്നെ അയച്ച മിഷണറി യാത്ര ചെയ്യുകയാണ്. മിഷണൻ യാത്രകൾ ചെയ്യുന്ന സമയത്ത് അനവധി വീര്യപ്രവർത്തികൾ പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയിൽ പൗലോസിൽ കൂടെ യേശുവിൻ്റെ ആത്മാവ് ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. പൗലോസ് ഉപയോഗിച്ച തൂവാല അതിനുപയോഗിച്ചതായി കാണാൻ കഴിയും. പൗലോസ് നടന്നു പോകുമ്പോൾ നിഴല് തട്ടി അനേക രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 19-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലനായ ആ മിഷണറിയുടെ അനുഭവത്തിൽ ഒരു ശുശ്രൂഷ കാണാൻ കഴിയുന്നത് 19-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യുകയാൽ, അടുത്ത 12-ാമത്തെ വാക്യമാണ്, നിങ്ങൾ കേൾക്കണേ, അവൻ്റെ മേൽ നിന്നും റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടു മാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. നോക്കുക, പൗലോസിന്റെ മേലുള്ളതായ റൂമാലുകളും, നോക്കുക, അവൻ്റെ മേൽ നിന്ന് ഈ രോഗികളുടെ മേൽ ഇട്ടപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? രോഗികൾ, വ്യാധികൾ അവരെ വിട്ടുപോയി, വ്യാധികൾ മാറി, രോഗം വിട്ടുമാറി. രോഗം മാത്രമല്ല മാറിയത്, അടുത്തത് പറയുന്നു ദുരാത്മാക്കൾ പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ മേൽ രോഗമായി വന്ന ഒരു മനുഷ്യൻ പൗലോസിന്റെ മുമ്പിൽ വന്നപ്പോൾ അവൻ റൂമാലിട്ട് കഴിഞ്ഞപ്പോൾ അവന് രോഗസൗഖ്യം കിട്ടി, വ്യാധി അവനെ വിട്ടുപോയി എന്ന് കാണുന്നു. അപ്പോൾ തന്നെ ഭൂതം പിടിച്ച, ദുരാത്മാവ് പിടിച്ച ആളുകൾ പൗലോസിന്റെ അടുക്കൽ വന്നപ്പോൾ ഇതേ കാര്യം പൗലോസ് ചെയ്ത് ദൈവത്തിൻ്റെ അസാധാരണ വീര്യപ്രവൃത്തി, നമ്മൾ ദൈവത്തിൻ്റെ അസാധാരണ വീര്യപ്രവൃത്തിയെ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ അസാധാരണ വീര്യപ്രവൃത്തിയെ നമ്മൾ അളക്കരുത്. ദൈവത്തിൻ്റെ അസാധാരണ വീര്യപ്രവൃത്തി ഇന്നുമുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലത്ത് മാത്രമല്ല, ഇന്നും ദൈവത്തിന് നമ്മളിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് അളക്കാൻ കഴിയാത്തതായിരിക്കും, നമ്മുടെ ആലോചനയ്ക്ക് ഒതുക്കാൻ കഴിയാത്തതായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് വിഫലമായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ, ദൈവിക ശുശ്രൂഷയെ നമ്മൾ അളക്കുകയോ അതിന് മാർക്കിടുകയോ അതിനെ നമ്മൾ വിപരീതമായി അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുകയോ ചെയ്യരുത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, പ്രവചനം നല്ലതാണ്, പക്ഷെ നല്ലത് ശോധന ചെയ്ത് മുറുകെ പിടിക്കണമെന്ന്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന വീര്യപ്രവർത്തികളും ശുശ്രൂഷകളും ഇന്നും തീർന്നു പോയിട്ടില്ല.
അത് ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ അങ്ങേയറ്റം വിശ്വസിക്കാനും അതിനെ അംഗീകരിക്കാനും നമ്മൾ തയ്യാറാകണം. എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും, അതൊരു അസാധാരണ പ്രവൃത്തി ആയിരിക്കും, അതിനെ ആർക്കും അളക്കാൻ കഴിയുകയില്ല, ആർക്കും ഒതുക്കാൻ കഴിയുകയില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് നമ്മൾ ആ ദൈവ പ്രവൃത്തിക്ക് വിരോധമായി നിൽക്കാതെ ദൈവ പദ്ധതിക്ക് കീഴ്പ്പെടുവാൻ നമ്മൾ തയ്യാറായാൽ, ഇവിടെ നോക്കൂ, ദൈവം പൗലോസിൽ കൂടെ അസാധാരണമായ, അങ്ങനെയാണ് 11-ാമത്തെ വാക്യം, അസാധാരണമായ വീര്യപ്രവർത്തികൾ. ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, നിങ്ങളുടെ ജോലി മേഖലയിൽ ഒരു അസാധാരണമായ എന്ന് പറഞ്ഞാൽ സാധാരണമല്ലാത്ത അസാധാരണമായ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ, നിനക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലയിലുള്ള ഒരു അസാധാരണ ദൈവ പ്രവൃത്തി നിങ്ങളുടെ വീടിനകത്ത് സംഭവിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ വസ്ത്രത്തിൽ കൂടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന ആ കർച്ചീപ്പിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ കൂടെ ചിലപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയാകുമെന്ന് പറഞ്ഞാൽ തിരസ്കരിക്കരുത്. കാരണം ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ നടന്നിട്ടുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുക, റൂമാലിട്ടപ്പോൾ അവിടെ രോഗികൾ സൗഖ്യമായെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്നതും കർത്താവ് ഒരു വ്യക്തിയെ വിടുവിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ധാരാളം ആളുകളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പത്രോസിൻ്റെ അമ്മായിമ്മ ജ്വരം പിടിച്ച്, പനി പിടിച്ച് വീട്ടിൽ കിടന്നപ്പോൾ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് പനി മാറ്റിയ കഥ സുവിശേഷത്തിനകത്തുണ്ട്. അതും മുമ്പോട്ട് പോകുമ്പോൾ ബർത്തിമായി എന്ന് പറയുന്ന ഒരു വ്യക്തി വഴികേറിയിരുന്നും കൂടെ നിലവിളിച്ചപ്പോൾ, നിനക്ക് എന്ത് വേണം, കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണെ തൊട്ട് സൗഖ്യമാക്കിയത് കാണാൻ കഴിയുന്നു. മറ്റൊരിടത്തൊരു കുടനായ വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണിപ്പൂശിയിട്ട് ശീലോകാംകുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞ് യേശു കർത്താവ് അവനെ അയച്ച് അവൻ പോയി ശീലോകാംകുളത്തിൽ അവൻ്റെ കണ്ണ് കഴുകി കഴിഞ്ഞപ്പോൾ കാഴ്ച കിട്ടി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഇന്ന് രാവിലെ ആത്മാവി പറയാം, പരിശുദ്ധാത്മാവ് ഏത് നിലയിലാണ് നമ്മളിൽ ഒരു അസാധാരണ പ്രവൃത്തി നടത്തുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്താലും അതിനെ തിരസ്കരിക്കാതെ, അതിനെ മർദ്ദലിക്കാതെ, അതിന് കീഴ്പ്പെട്ട് മുട്ടുമടക്കി കണ്ണുനീരോടെ ആ ദൈവപ്രവൃത്തിയെ വിശ്വസിക്കാനോ അംഗീകരിക്കാനോ നീ തയ്യാറാണെങ്കിൽ, ഒരുപക്ഷെ നീയിട്ട മാർക്കിന് അപ്പുറമായിരിക്കും, അസാധാരണമായിരിക്കും, വീര്യപ്രവൃത്തിയായിരിക്കും അത് ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടയാകും. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നപ്പോൾ യേശുവിൻ്റെ അമ്മ വന്ന് യേശുവിനോട് പറഞ്ഞു, മോനെ കുഞ്ഞെ, വീഞ്ഞു തീർന്നു പോയി എന്ന് പറയുമ്പോൾ, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് മറിയെ നിരാശയോടെയാണ് യേശുവോട് പറഞ്ഞയച്ചത്. എന്നാൽ അവൾ ചെന്ന് കോരുവാഴികളോട് പറഞ്ഞത്, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യണം. എനിക്കറിയാം അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ഒരത്ഭുതം ഇവിടെ നടക്കും. ഇന്ന് പകൽക്കാലം മറിയ കോരുവാഴികളോട് പറഞ്ഞതുപോലെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട്, ഈ ദൂത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാ, യേശു എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. യേശു ചിലപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലയിലായിരിക്കും. ഇവിടെ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പറഞ്ഞത് ഒരുപക്ഷെ ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കോരുവാഴികൾക്കല്ലാതെ മറ്റൊരാളോടും അത് ഡിസ്കസ് ചെയ്തില്ല. കാരണം അവിടെ തടസ്സം വീഴാം, അതിനെ ഉടക്കി മാറ്റി നിർത്താം. എന്നാൽ യേശു ഒരു വാക്കുപോലും പറഞ്ഞില്ല. കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കെന്നേ പറഞ്ഞുള്ളൂ. യഹൂദന്മാർ കാല് കഴുകാൻ വെച്ച പാത്രത്തിനകത്ത് വെള്ളം നിറയ്ക്കെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്ന കോരുവാഴികൾ അനുസരിച്ചു. യേശു നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കാൻ നീ തയ്യാറായാൽ, യേശു എന്തെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറായാൽ, യേശുവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ഒരു അസാധാരണ ദൈവ പദ്ധതി നിങ്ങളുടെ വീടിനകത്ത് സംഭവിക്കും. ആ വീടിനകത്ത് നിന്ന മാറ്റാൻ വേണ്ടി, പരിഹാസം മാറ്റാൻ വേണ്ടി, ലജ്ജ നീങ്ങിപ്പോകാൻ വേണ്ടി ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അസാധാരണ ദൈവ പദ്ധതി യേശു അവിടെ ചെയ്തെങ്കിൽ, ഈ 2026 ഫെബ്രുവരി മാസം ഞാൻ നിങ്ങളോട് പറയാം, ഇന്നും യേശുവിൻ്റെ അസാധാരണ പ്രവൃത്തി തീർന്നു പോയിട്ടില്ല.
യേശുവിൻ്റെ അസാധാരണ പ്രവൃത്തി അവസാനിച്ചിട്ടില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ മതി, അവിശ്വസിക്കരുത്, വിശ്വസിക്ക്. എങ്ങനെ? ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കണം. യേശു എന്തു പറഞ്ഞാലും അംഗീകരിക്കാൻ തയ്യാറാകണം. യേശുവിൻ്റെ ആത്മാവിനാൽ ശുശ്രൂഷകൾ നടക്കുമ്പോൾ അതിനെ ആമേൻ തിരസ്കരിക്കാതെ ദൈവസന്നിധി മുട്ടുമടക്കിയാൽ മതി. ഇവിടെ ഇതാ റൂമാലിട്ടപ്പോൾ രോഗി സൗഖ്യമായി, മറ്റൊന്ന് ഭൂതം അഴിഞ്ഞു മാറി. ഇപ്പൊ വസ്ത്രത്തിൽ കൂടെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടത് കണ്ടോ? ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, യേശു നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 43 മുതൽ 44-45 വാക്യങ്ങൾ കാണുന്നത്, ഒരു സഹോദരി ഏറിയൊന്ന് വൈദ്യന്മാരിൽ ആശ്രയിച്ചു. അവൾക്ക് കൊടുക്കാമെന്നെല്ലാം വിറ്റുപറക്കി വൈദ്യന്മാർക്ക് കൊടുത്തു. എന്നിട്ട് അവൾക്ക് സൗഖ്യം കിട്ടണം എന്നവൾ ആഗ്രഹിച്ചു. കാരണം യഹൂദന്റെ നിയമം അനുസരിച്ച് വേദപുസ്തകത്തിനകത്ത് കാണുന്നുണ്ട്. ലേവ്യ പുസ്തകം 15-ാമത്തെ 25-ാമത്തെ വാക്യം നിങ്ങൾ നോക്കൂ. ആമേൻ. രക്തസ്രാവം എന്ന് പറയുന്നത് ഒരു അശുദ്ധമായ രോഗമാണ്. ലേവ്യ പുസ്തകത്തിൽ അശുദ്ധമായ രോഗങ്ങൾ ഒന്ന് കുഷ്ഠരോഗവും മറ്റൊന്ന് രക്തസ്രാവവുമാണ്. എന്നാൽ രക്തസ്രാവം എന്ന് പറഞ്ഞ അശുദ്ധ രോഗം ബാധിച്ച ഈ സഹോദരി അവസാനം എല്ലാം പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോൾ, അവൾ കൊടുക്കേണ്ടതും ചെയ്യേണ്ടതും എല്ലാം അവൾ ചെയ്തപ്പോൾ, അവിടെ എഴുതിയ ആ 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പദം എങ്ങനെയാ? ഏറിയൊന്ന് വൈദ്യന്മാർ അവൾ സഹിച്ചു എന്ന് പറഞ്ഞാൽ വൈദ്യന്മാർ അവിടെ കയ്യിലുള്ള പണം മൊത്തം വാങ്ങി. വൈദ്യന്മാർ പറഞ്ഞതെല്ലാം അവൾ ചെയ്തു. ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവൾക്കുള്ളതെല്ലാം വിറ്റുപറക്കി കൊടുത്തിട്ടും അവിടെ ശരീരത്തിലെ രക്തസ്രാവം നിൽക്കുന്നില്ല. അവസാനം ഒരു അശുദ്ധ സ്ത്രീയായി അവൾ വീടിന് പുറത്തേക്ക് പോകേണ്ട ഒരു ഗതികേട് വന്നപ്പോൾ അവൾ യേശുവിൻ്റെ വർത്തമാനം കേൾക്കുകയാണ്. യേശുവിൻ്റെ വർത്തമാനം എന്താണ്? യേശു സൗഖ്യമാക്കുന്നവനാണ്, ദീനക്കാർക്ക് വിടുതൽ തരുന്നവനാണ് യേശു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ് യേശു എന്ന് അവൾക്ക് കാതിൽ കേൾക്കാനിടയായി. അവൾക്കൊരു കാര്യം മനസ്സിലായി, യേശുവിൻ്റെ അടുക്കൽ എനിക്ക് ചെന്നാൽ എനിക്ക് വിടുതല. ഞാൻ ഇന്നലകളിൽ കണ്ട വൈദ്യന്മാരുടെ ഒക്കെ ചെന്നാൽ എനിക്ക് വിടുതൽ കിട്ടിയില്ല, സത്യമാണ്. പക്ഷെ എൻ്റെ യേശുവിൻ്റെ അടുക്കൽ ഞാൻ ചെന്നാൽ എന്നെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. പക്ഷെ ഒരു വിഷയമുണ്ട്, അശുദ്ധമായൊരു സ്ത്രീ മറ്റൊരു വ്യക്തിയുടെ അടുക്കൽ ചെല്ലാൻ പാടില്ല, മറ്റൊരു വ്യക്തി തൊടാൻ പാടില്ല, മറ്റൊരു വ്യക്തിയെ തൊടാൻ പാടില്ല. അങ്ങനെ തൊട്ടാൽ, ആ വ്യക്തിയെ തൊട്ടാൽ അല്ലെങ്കിൽ ആ രോഗിയെ തൊട്ടാൽ, ആ രോഗിയെ തൊടുന്ന സ്പർശിക്കുന്ന ആള് അശുദ്ധമായിരിക്കണം. പിന്നെ ചില ദിവസങ്ങൾ അശുദ്ധമായി ഇരിക്കണം, പിന്നെ പുരോഹിതനെ കൊണ്ട് കാണിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ വെറുക്കപ്പെട്ടവൾ, ആ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവൾ, ഈ സഹോദരിയുടെ ഹൃദയത്തിനകത്ത് ഉറപ്പുണ്ട്, യേശു എന്നെ തൊട്ടാൽ മതി. പക്ഷേ നിയമം സാധിക്കയില്ല, പ്രമാണം സാധിക്കയില്ല. അവസാനം അവൾ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ യേശുവിൻ്റെ അടുക്ക പോകും, ആരും എന്നെ അറിയരുത്, ആരും എന്നെ തൊടരുത്. ഞാൻ യേശുവിനെ അടുക്ക ചെന്നിട്ട് യേശു എന്നെ തൊടണ്ട, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടാൽ മതി. നാം വായിച്ച വാക്യം അങ്ങനല്ലേ? ആ പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള വ്യാധിക്കാരെയും ഭൂതാത്മാക്കളെയും യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നിട്ട് അവർക്കുള്ളവരെല്ലാം കൂടെ അപേക്ഷിച്ചു, അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടാൽ ഇവൾ സൗഖ്യമാകും, അല്ലെങ്കിൽ ഇവർ സൗഖ്യമാകുമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തപ്പോൾ ദീനക്കാര് സൗഖ്യമായി, ഭൂതം അലറിപ്പോയി, വിട്ടുപോയി എന്ന് വായിച്ചില്ലേ കുറിവാക്യത്തിൽ, മർക്കോസ് 6:56. എന്നാൽ ഇവിടെ യേശു ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊടുവാനായി ഒരു സ്ത്രീ വരികയാ. അവിടെ ചിന്ത ഇത്രയേ ഉള്ളൂ, ഞാൻ യേശുവിനെ തൊട്ടാൽ യേശു അശുദ്ധനായിരിക്കണം, അത് പാടില്ല. ഞാനാണെന്ന്, രക്തസ്രാവമുള്ള സ്ത്രീയാണ് ഞാനെന്ന് സമൂഹം എന്നെ എന്ത് ചെയ്യരുത്, അറിയരുത്. അങ്ങനെയുള്ള തീരുമാനമെടുത്തിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊടും, അവിടുന്ന് എനിക്ക് സൗഖ്യം കിട്ടും. അവിടെ വിശ്വാസത്തിൻ്റെ വലുപ്പം, രോഗത്തിൻ്റെ പഴക്കമോ രോഗത്തിൻ്റെ വലുപ്പമോ ഒന്നും അല്ല അവിടുത്തെ വിഷയം, വിശ്വാസത്തിൻ്റെ വലുപ്പം. വിശ്വസിച്ച് അവൾ ഓടി വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടപ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട്
വസ്ത്രം വഴി ഇവളിലേക്ക് വ്യാപരിച്ചു. ആ വ്യാപാരം യേശു തിരിച്ചറിഞ്ഞിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുക, എന്നെ തൊട്ടതാരൻ? ശിഷ്യന്മാര് കണ്ണി നോക്കി ചിരിച്ചു. ഇത്രയും തിക്കും തിരക്കിനിടയ്ക്ക് യേശുവിനെ തൊട്ടത് ആരെന്ന് ചോദിച്ചാൽ എന്നാ പ്രസക്തിയുള്ള ഭാഗമാണ്. അവിടെ അനേകർ യേശുവിനെ തൊട്ടിട്ടുണ്ട്. ഇതിനകത്ത് യേശുവിനെ തൊട്ടത് ആരാണെന്ന് പറഞ്ഞാൽ ആരെയൊക്കെ കാണിച്ചു കൊടുക്കണം. പക്ഷെ യേശു പറഞ്ഞു, അങ്ങനെയല്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ സ്ത്രീ സൗഖ്യമായി. ഇന്ന് രാവിലെ ആത്മാവി ഞാൻ പറയാം, കേവലം ഒരു വിശ്വാസത്തിന്റെ പുറത്ത്, വസ്ത്രത്തിന്റെ ശക്തിയല്ല അവിടെ കാണുന്നത്. അവിടെ ഏതെങ്കിലും മാർപ്പതകത്തിൻ്റെയോ അല്ലെങ്കിൽ ഉറീമിൻ്റെയോ തുമ്മീമിൻ്റെയോ ബലമല്ല അവിടെ കാണുന്നത്. ഏതെങ്കിലും ഒരു പുരോഹിത വസ്ത്രത്തിൻ്റെയോ യഹൂദൻ ധരിക്കുന്ന ഒരു മേൽച്ചട്ടയുടെയോ അല്ലെങ്കിൽ ഒരു അടിവസ്ത്രത്തിൻ്റെയോ ശക്തിയല്ല അവിടെ കാണുന്നത്. അവർക്കുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം കൊണ്ട് യേശു എന്നെ വിടുവിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചപ്പോൾ യേശുവിൽ നിന്ന് ശക്തി അവളിലേക്ക് പ്രവഹിച്ചു. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവി പറയാം, വിശ്വാസത്തോടെ യേശുവിന്റെ മുമ്പിൽ വാ. ഇന്നലകളിൽ വ്യാപരിച്ച ദൈവശക്തി ഇന്നും വ്യാപരിക്കുന്നു. ഇന്നലകളിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപ ഇന്നും വ്യാപരിക്കുന്നു. വിശ്വാസത്തോടെ നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാനും പ്രാർത്ഥിക്കാനും കരയുവാനും തയ്യാറാകുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ നീതിയുടെ കരം നിങ്ങളിലേക്ക് വ്യാപരിച്ചിട്ട് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് വസ്ത്രത്തിൽ കൂടെ വ്യാപരിച്ച് വസ്ത്രത്തെ തൊട്ട സ്ത്രീ സൗഖ്യമായെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥന എന്ന വസ്ത്രത്തിൽ കൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് നീ വരുന്നെങ്കിൽ യേശുവിൽ നിന്ന് ശക്തി പ്രാർത്ഥനയിൽ കൂടെ വ്യാപരിച്ച് നിന്നിലേക്ക് അത് വന്നിട്ട് നിന്നെ വിട്ടുമാറാത്ത രോഗങ്ങൾ, വിട്ടുമാറാത്ത ശാപങ്ങൾ, വിട്ടുമാറാത്ത ബന്ധനങ്ങൾ, വിട്ടുമാറാത്ത പോരുകൾ, പോരാട്ടങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോകേണ്ടതിന്, അകറ്റിക്കളയേണ്ടതിന് എൻ്റെ കർത്താവിന് ഇന്നു പകൽ പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് കൈമാറാം. വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടപ്പോൾ വിടുതൽ കിട്ടിയെങ്കിൽ വിശ്വാസത്തോടെ യേശുവെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് വിളിച്ചു നോക്കിക്കേ. ഇന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കൂടെ ഇല്ല. ഒരു ജഡമനുഷ്യനായിട്ട് ഇറങ്ങി വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഇപ്പോൾ പിതാവിൻ്റെ വലതുവശത്ത് പക്ഷപാതം ചെയ്യുകയാണ് എൻ്റെ യേശു. എന്നാൽ യേശു ഇപ്പോൾ നമ്മുടെ വീട്ടിലില്ല, യേശു നമ്മുടെ അടുക്കലില്ല. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. കർത്താവിൻ്റെ വചനം പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് പറയുമ്പോൾ ഭയങ്കരമായൊരു ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഭയങ്കരമായൊരു ദൈവകൃപ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതേപോലെ ദൈവസാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട്, നിങ്ങളുടെ വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട്, നിങ്ങളുടെ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ആ ക്യാബിനകത്ത് ഭയങ്കര ദൈവസാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. അത് തിരിച്ചറിയ്. ഇന്ന് പകൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ വസ്ത്രത്തെ തൊങ്ങൽ തൊട്ട് അന്ന് വിശ്വാസത്തോടെ ആ സഹോദരി പ്രാർത്ഥിച്ചെങ്കിൽ, ആ പട്ടണക്കാർ പ്രാർത്ഥിച്ചെങ്കിൽ, അവർക്ക് വിടുതൽ കിട്ടിയെങ്കിൽ ഇന്ന് പകൽ നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്ന് വിശ്വാസത്തോടെ യേശുവിനോട് പ്രാർത്ഥിക്ക്. നിന്റെ സകല ദീനങ്ങളെ സൗഖ്യമാക്കാൻ, സകല കെട്ടുകളും പൈശാചികമായ ദുരാത്മാവിൻ്റെ പോരുകളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എത്ര ദൂരെ ഇരുന്നാലും ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്റെ വീട്ടിൽ അത്ഭുതം സംഭവിക്കും. ചില നാളുകൾക്ക് മുമ്പ് മദ്രാസിൽ നിന്ന് ഒരു സഹോദരി, ഓമന എന്ന് പറയുന്ന ഒരു ആൻറ്റി എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ഏതാണ്ട് വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞ സമയമാണ്. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു കോള് വന്നു. ഈ ഓമന എന്ന് പറയുന്ന ആൻറ്റി തൻ്റെ ജീവിതാനുഭവങ്ങൾ 1-2 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അങ്ങയുടെ മെസ്സേജ് എല്ലാ ദിവസവും രാവിലെ ഞാൻ കേൾക്കും. ഞാൻ ഒരു ദിവസം ആ മെസ്സേജ് കേട്ടില്ലെങ്കിൽ എനിക്ക് വലിയ നിരാശയാണ്. അതുകൊണ്ട് എനിക്കെല്ലാ മെസ്സേജുകളും ഇഷ്ടമാണ്. ഞാൻ പഴയ മെസ്സേജുകളും ആവർത്തിച്ച് കേൾക്കും സമയം കിട്ടുമ്പോൾ. ചില സമയങ്ങളിൽ ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ, ഉറക്കം വരാതിരിക്കുമ്പോൾ ഈ ഗ്രേസ് TV മെസ്സേജുകൾ ഞാൻ ഓണാക്കി എൻ്റെ തലയുടെ ഒരു വശത്ത് വെച്ച് ഞാൻ കേട്ടുകൊണ്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് ഇന്ന വിഷയമുണ്ടൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന വിഷയത്തിൽ കൂടെ കടന്നു പോവുകയാണ്. എനിക്കറിയത്തില്ല എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന്. ഒരുപക്ഷെ എങ്ങനെ മുമ്പോട്ട് പോകും, ഞാൻ മരിക്കുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. 2 പേരുടെ വിവാഹം നടന്നിട്ടില്ല. നാളുകൾ കൊണ്ട് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ
അവിടെ സംഭവിച്ചെന്താ അറിയാമോ? ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട്, കേരളത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ, അവർ അങ്ങേ തലക്കൽ ഇരുന്നു കൊണ്ട് സ്തോത്രം ഹാലേലൂയ, സ്തോത്രം ഹാലേലൂയ പറയുന്ന എനിക്ക് കേൾക്കാം. ഞാൻ ആത്മാവി പ്രാർത്ഥിക്കുകയാണ്. ആത്മാവി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരനക്കവും ഇല്ല. സ്തോത്രം ഹാലേലൂയ എല്ലാം നനച്ചു. ആമേൻ. ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഏതാണ്ട് 3-4 മിനിറ്റ് ഞാൻ ആ സഹോദരിക്ക് വേണ്ടി അവർ പറഞ്ഞ വിഷയങ്ങൾ ആത്മാവി ജാഗരിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഹലോ വെച്ചപ്പോൾ മറുപടിയില്ല. ഞാൻ ഓർത്തു ഫോൺ കട്ടായതായിരിക്കും. നോക്കിയപ്പോൾ ഫോൺ കട്ടായിട്ടില്ല. ആമേൻ. ഒരനക്കവും ഇല്ല. ഞാൻ വീണ്ടും വിളിച്ചു, ഹലോ എന്ന് പറയുമ്പോൾ ആ ഫോൺ ആമേൻ അതിൻ്റെ കോള് പൊക്കോണ്ടിരിക്കുക. പക്ഷേ ആമേൻ എടുക്കുന്നില്ല. ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ നീങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എന്നെ വിളിച്ചു. അവരുടെ മകളാണ് വിളിച്ചത്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അങ്ങ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ശക്തി അമ്മയുടെ ശരീരത്തിലേക്ക് വന്നിട്ട് ആമേൻ ഏതോ ഒരു ശക്തി തൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നതായി തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയെ താഴെ വീണ് ആമേൻ മയങ്ങിപ്പോയി. അങ്ങനെയാണ് എന്നോട് പറഞ്ഞു, മയങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഫോണ് പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അമ്മ ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ ഞാൻ ആ രാത്രി പറഞ്ഞു, അമ്മയുടെ മേലുള്ള ദുരാത്മാവിനെ ദൈവം അഴിച്ചതാ. ദൈവത്തിൻ്റെ ആത്മാവ് ആ മകളുടെ മേൽ വന്നതാ. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതാ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അമ്മയുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മയുടെ ഫോൺ കൊടുക്കാമോ? അവർ ഫോൺ കൊടുത്തു. അമ്മയോട് വീണ്ടും പ്രാർത്ഥിച്ചു. പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, മൂത്ത മകളുടെ വിവാഹം നടക്കും. ഇന്നേക്കും 33 ദിവസം കഴിയുന്നതിന് മുമ്പ് ഒരു ദൈവാലോചന എന്നോട് കർത്താവ് പറയുന്നു. 33 ദിവസം കഴിയുന്നതിന് മുമ്പ് നിന്റെ മൂത്ത മകൾക്ക് വേണ്ടി ഒരു ആലോചന വരും. അത് നീ ആയിരിക്കുന്ന മദ്രാസ് പട്ടണത്തിൽ തന്നെ ഒരാലോചന വരും. അതൊരു മലയാളിയായിരിക്കും എന്ന് ആത്മാവി പ്രവചിച്ചു. ഞാൻ ആത്മാവി പറയട്ടെ, ആ കൊച്ചിൻ്റെ വിവാഹം കഴിഞ്ഞു. 33 ദിവസമെന്ന് ദൈവാത്മാ പറഞ്ഞെങ്കിലും 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ആലോചനയിൽ അവളെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഇന്ന് പകൽ ആത്മാവി പറയാം, ചില കെട്ടുകൾ അഴിയാൻ, ചില ബന്ധനങ്ങൾ അഴിയാൻ, നീ നിമിത്തം നിന്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടാതെ, ഒരുപക്ഷെ നീ അമ്മയായിരിക്കും, ഒരുപക്ഷെ നീ അപ്പനായിരിക്കും, പക്ഷെ നിന്റെ തലമുറയ്ക്ക് ഗതി പിടിക്കാതെ വഴിമുടക്കി കിടക്കും. ചിലപ്പോൾ നിന്റെ വിഷയങ്ങൾക്ക് ചില ക്രമീകരണം വരാൻ വേണ്ടിയായിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ ആത്മാവിൽ യേശുവോട് പറ, കർത്താവേ, എനിക്ക് അങ്ങേ അറിയാം, എനിക്ക് അങ്ങേ ഒന്ന് തൊടണം, അങ്ങയുടെ സന്നിധി എനിക്കൊന്ന് ഇരിക്കണം, എൻ്റെ കെട്ടൊന്ന് അഴിയണം എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ ചില കുടുംബങ്ങളെ നോക്കി വിരൽ ചൂണ്ടി ദൂത് പറയുകയാണ്. ചില വ്യക്തികളെ ഞാൻ നോക്കി ദൂത് പറയുകയാണ്. നിന്റെ തലമുറ വിടുവിക്കപ്പെടാൻ, നിന്റെ കുടുംബം വിടുവിക്കപ്പെടാൻ, ഒരുപക്ഷെ നിന്റെ ഒരു കെട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിന് കെട്ടുണ്ടെങ്കിൽ ആ കെട്ടിനെ അഴിക്കാൻ, ദുരാത്മാവിനെ അഴിച്ചു മാറ്റാൻ ദൈവത്തിന്റെ ശക്തിക്ക് കഴിയും. അത് വാക്കിൽ കൂടെ പ്രവർത്തിക്കും, അത് വസ്ത്രങ്ങളിൽ കൂടെ പ്രവർത്തിക്കും, അത് സ്പർശനങ്ങൾ കൂടെ പ്രവർത്തിക്കും. ഇന്ന് പകൽ ദൈവത്തിന്റെ പദ്ധതി എന്തോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അസാധാരണമായൊരു ദൈവ പദ്ധതി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീടിനകത്ത് സംഭവിക്കും. അസാധാരണമായൊരു ദൈവത്തിന്റെ നീതി നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും, നിങ്ങളുടെ തലമുറയിൽ സംഭവിക്കും. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ കൂടെ ശക്തി പുറപ്പെട്ടതുപോലെ, യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ കൂടെ ദൈവശക്തി ആവരിച്ചതുപോലെ, പ്രാർത്ഥന എന്ന വസ്ത്രം നമ്മൾ ധരിക്കാൻ റെഡിയാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ വ്യാപാര മണ്ഡലത്തിനകത്ത് ഒരു വിടുതൽ വെളിപ്പെട്ടിട്ട് ഇന്ന് പകൽ നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ, നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ എൻ്റെ കർത്താവിന് കഴിയും എന്ന് ആലോചന വിളിച്ചു പറയുകയാണ്. വിശ്വസിക്കൂ. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ചില കുടുംബങ്ങളിൽ ദൈവ പദ്ധതി വെളിപ്പെടാൻ പോകുന്നു. അടഞ്ഞ ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോകുന്നു. തലമുറയുടെ വിവാഹം നടക്കാൻ പോകുന്നു. നാളിതുവരെ ആയിട്ടും, വയസ്സ് 40 ആയിട്ടും, ആലോചന പലതും വന്നിട്ടും മുടങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോകുന്നു. പാതി വഴി മുടങ്ങിക്കിടക്കുന്ന വസ്തു വിൽപ്പന നടക്കാതെ അതിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന വാതിലുകൾ ദൈവം അഴിക്കാൻ പോകുന്നു. ആ വസ്തു വിറ്റാൽ നിന്റെ കടം മാറുമെന്നറിയാം, നീ രക്ഷപ്പെടുമെന്നറിയാം, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്നറിയാം, നിന്റെ കൊച്ചിന്റെ വിവാഹം നടക്കുമെന്നറിയാം. ആമേൻ. എന്നാൽ ദൈവാത്മാ പറയുന്നു, അതുകൊണ്ട് നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ദേശത്തിലെ അധിപതി ഇപ്പോൾ തകരാൻ പോകുന്നു. നാളുകൾ കൊണ്ട് വിറ്റുമാറാത്ത ചില പ്രമാണങ്ങൾ, വസ്തു, അതിൻ്റെ പ്രമാണങ്ങൾ നിന്റെ കയ്യിൽ അത് അനുകൂലമായി വരാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം ആര് ദൂതേറ്റെടുക്കും?
തൊങ്ങലെ തൊട്ട് സൗഖ്യമായ ദേശനിവാസികളും രക്തസ്രാവക്കാരിയായ സ്ത്രീയും വിടുതൽ അനുഭവിച്ചതെങ്കിൽ, പ്രാർത്ഥനയിൽ മുട്ടുമടക്കി കരയാനും പ്രാർത്ഥിക്കാനും തയ്യാറാണെങ്കിൽ, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ കൃപയും, ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത ദൈവത്തിന്റെ കരുതലും വിശ്വസ്തതയും നിങ്ങളുടെ മൺകൂടാരത്തിൽ ദൈവം പകർന്നിട്ട് ഒരു വിടുതൽ അയക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ, ഫോണിൽ പ്രാർത്ഥിക്കുമ്പോൾ മറുതലയ്ക്കലിരിക്കുന്ന സഹോദരിയുടെ മേലുള്ള കെട്ട് കർത്താവ് അഴിച്ചെങ്കിൽ, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടപ്പോൾ രക്തസ്രാവം നിന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം മുട്ടുമടക്കി കരയുന്ന പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും. നിങ്ങൾ വിശ്വസിക്കാമോ? പർവ്വത സമമായ വിഷയത്തിനകത്ത് മറുപടിയുണ്ട്. നിന്റെ തലപൊക്കി നോക്കിയിട്ടും ഒരു വിടുതൽ കാണാൻ കഴിയാതെ അങ്ങകലെ കിടക്കുന്ന ചെങ്കടൽ പോലെ വിരിഞ്ഞു കിടക്കുന്ന വെള്ളക്കെട്ടുകൾ പോലെ കിടക്കുന്ന വിഷയത്തിനകത്ത് കര കാണാൻ കഴിയാതെ, കരയ്ക്ക് കയറാൻ കഴിയാതെ, എവിടെയോ നീന്തൽ കഴിയാതെ നീ കിടന്ന് കാലും കൈയിട്ടടിക്കുന്ന അവസ്ഥയാണെങ്കിൽ, ഇന്ന് രാവിലെ ആത്മാവ് നിങ്ങളോട് ദൂത് പറയുന്നു, നിങ്ങളുടെ സാഹചര്യങ്ങൾക്കകത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെടും. പരിശുദ്ധാത്മാവ് എനിക്കൊരു ദൂത് തരുന്നു. ആത്മാവിനോട് പറയുന്നു, വിസ സംബന്ധമായി ഒരു പേപ്പറും കൂടെ വേണം. ആരൊരു വ്യക്തി ആത്മാവിനേക്കൾക്ക് ഒരു പേപ്പറും കൂടെ വേണം. എല്ലാ പേപ്പറും കയ്യിലുണ്ട്, പക്ഷെ ഒരു പേപ്പറിനകത്ത് ഒരു സൈൻ വേണം. പക്ഷെ നടക്കുന്നില്ല. ഏതോ ഒരു വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ചില സഹോദരങ്ങളോട് ദൈവാത്മാവ് ദൂത് പറയുകയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, അത് ഇന്നു പകൽ അത് നിന്റെ കൈ വരാൻ പോകുകയാ. ആത്മാവിൽ കർത്താവ് നിനക്ക് വേണ്ട പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാൻ പോകുകയാ. ചില എംബസികൾ നിനക്ക് അനുകൂലമാകാൻ പോകുകയാ. നടക്കത്തില്ലെന്ന് നിന്റെ വീട്ടുകാർ പോലും പറഞ്ഞ, കൂട്ടുകാർ പോലും പറഞ്ഞ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെടാൻ പോകുകയാ. വിശ്വസിക്ക്, അത്ഭുതം നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഭർത്താവിൽ ഒരു ദൈവ പദ്ധതി വെളിപ്പെടാൻ പോകുന്നു. നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ദൈവത്തിന്റെ നീതി വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാവിലെ കരയാനും പ്രാർത്ഥിക്കാനും തയ്യാറാകട്ടെ. ആ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടതുപോലെ ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കൂ. ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. യേശുവിന്റെ കാലത്ത് രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല തൊട്ടതെങ്കിൽ, ഇപ്പോൾ നമുക്ക് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊടാൻ പറ്റില്ല. കാരണം കർത്താവ് സ്വർഗത്തിലാണ്. എന്നാൽ നമുക്ക് ആ വസ്ത്രത്തിന്റെ സ്ഥാനത്ത് പ്രാർത്ഥന കൊണ്ടുവരണം. പ്രാർത്ഥനയിൽ യേശുവിനെ തൊടണം. പ്രാർത്ഥനയിൽ യേശുവിനെ സ്പർശിക്കണം. പ്രാർത്ഥനയിൽ യേശുവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തണം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം സംഭവിക്കും. രക്തസ്രാവം നിൽക്കും. ഹല്ലേലൂയ. യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. പേടിയാ പോകാൻ, അതുകൊണ്ട് പോകുന്നില്ല. പൈസയില്ല പോകാൻ, അതുകൊണ്ട് പോകുന്നില്ല. അത് നിമിത്തം നീ അനുഭവിക്കുന്ന നിന്റെ വേദനകൾ, നിന്റെ വയറിനകത്തെ പ്രയാസങ്ങൾ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ കർത്താവ് കത്തിവെക്കാതെ നിന്നെ സൗഖ്യമാക്കും. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില യൂട്രസുകൾ ദൈവത്തിന്റെ നീതി വെളിപ്പെടും. അനാവശ്യമായ ചില പ്രോബ്ലംസുകൾ, പുറത്തു പറയാൻ കഴിയാതെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന രോഗാത്മാവിന്റെ ശക്തികൾ, ചില മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകും. എനിക്കറിയില്ല, ഇന്ന് രാവിലെ ദൈവാത്മാവ് ശക്തമായ ദൂത് പറയുന്നു. ബ്രീത്ത് ചെയ്യാൻ കഴിയാതെ ശ്വാസമെടുക്കുമ്പോൾ നെഞ്ചിനകത്ത് കടിക്കുന്ന വേദന പോലെ പോരാടുന്ന രോഗശക്തികൾ, ക്ഷീണം അനുഭവിക്കുന്ന, കിടക്കെന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകൾക്കകത്ത് ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ആത്മാവ് ദൂത് പറയുന്നു. ഷമാനറകൾ ഘടക സൈതന. ഇന്ന് രാവിലെ വിശ്വാസത്തോടെ യേശുവിന്റെ മുമ്പിൽ വന്ന സ്ത്രീയെ സൗഖ്യമാക്കിയെങ്കിൽ, വിശ്വാസത്തോടെ നീ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, നിന്റെ രോഗക്കിടക്ക ദൈവം മാറ്റിവിരിക്കും. നിന്റെ ബന്ധനം കർത്താവ് അഴിക്കും. ഭൂതങ്ങൾ അലറിയോടും. നാളുകൾ കൊണ്ട് നിന്റെ ശരീരത്തെ ബന്ധിക്കുന്ന, എത്ര ആഹാരം കഴിച്ചിട്ടും ശരീരത്തെ ദഹിപ്പിക്കാതെ, ജോലിക്ക് പോയിട്ട് പോകാൻ കഴിയാതെ, പഠിക്കാൻ പോയിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ, ഇന്റർവ്യൂവിന് പോയാൽ പാസ്സാകാൻ കഴിയാതെ, ഏതോ ഒരു ആത്മാവ് നിന്റെ ശരീരത്തോട്, നിന്റെ ഭാവിയോട് വെല്ലുവിളിക്കുന്നത്, ഇന്ന് രാവിലെ അത് അഴിയട്ടെ. ചേർന്ന് പ്രാർത്ഥിക്ക്. പറ്റുമെങ്കിൽ കരമടിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ചേർന്ന് പ്രാർത്ഥിക്ക്. നിന്റെ ജീവിതത്തോട്, നിന്റെ ഭാവിയോട്, നിന്റെ നന്മയോട് ബന്ധിച്ചിട്ടിരിക്കുന്ന ചില പൈശാചിക ശക്തികൾ, ചില വെച്ചാരാധന പോരുകൾ, ബന്ധനങ്ങൾ, പൈശാചിക കെട്ടുകൾ ഇന്നു പകൽ അഴിയുന്നു എന്ന് ആത്മാവി ഞാൻ ദൂത് പറയുകയാ. വിശ്വസിച്ചേറ്റെടുക്കുക. വിശ്വാസത്തോടെ നീ വാ യേശുവിൻ്റെ അടുക്കൽ. നീ വിശ്വസിച്ചാൽ ഒരത്ഭുതം
ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല ദൂതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി സ്തോത്രം. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ദുഷ്ടാത്മാവിൻ്റെ പോരുകൾ വിട്ടുമാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു വരട്ടെ. വിശ്വാസത്തോടെ ആ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ അവർക്ക് സൗഖ്യം വന്നതുപോലെ, യേശുവിൻ്റെ തൊങ്ങലെ തൊട്ടവർ ഭൂതങ്ങൾ വിട്ടുമാറി വിടുതൽ പ്രാപിച്ചതുപോലെ, രോഗികൾ സൗഖ്യമായതുപോലെ, കർത്താവെ, പ്രാർത്ഥന എന്ന വസ്ത്രത്തോടെ അങ്ങയോട് അടുത്തു വരാൻ ഞങ്ങളെ ഒരുക്കണമേ. കൃപയിൽ ഞങ്ങളെ മറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മ ഭയങ്കരമായ ദൂതിൻ്റെ വാതിൽ തുറന്നിടുകയായിരുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ആമേൻ ഇതുപോണക്കുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് അവരിത് കേൾക്കാൻ പറയുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. വിശ്വാസത്തോടെ നിങ്ങൾ യേശുവിൻ്റെലേക്ക് ചേരുക. യേശു നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. ഇന്നൊരത്ഭുതം നടക്കും. ധൈര്യമായിട്ടിരിക്കൂ. ഒരത്ഭുതം നടന്നാൽ ഞങ്ങളെ അറിയിക്കണം. കാരണം കർത്താവ് ചില ദൂതിൻ്റെ വഴികളാണ് ഇന്ന് രാവിലെ ഓപ്പൺ ആക്കിയത്. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും, വിടുതൽ നടക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഇതേ സമയം 6 മണിക്ക് നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.